102 സങ്കീർത്തനം. കർത്താവേ, എന്റെ പ്രാർത്ഥന കേൾക്കണമേ. എന്റെ നിലവിളി അങ്ങയുടെ സന്നിധിയിലെത്തട്ടെ. എന്റെ കഷ്ടതയുടെ ദിനത്തിൽ അങ്ങ് എന്നിൽ നിന്ന് മുഖം മറയ്ക്കരുതേ. അങ്ങ് എനിക്ക് ചെവി തരണമേ. ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ വേഗം എനിക്ക് ഉത്തരമരുളണമേ. എന്റെ ദിനങ്ങൾ പുക പോലെ കടന്നു പോകുന്നു. എന്റെ അസ്ഥികൾ തീക്കൊള്ളു പോലെ എരിയുന്നു. എന്റെ ഹൃദയം പുല്ലുപോലെ വാടിപ്പോകുന്നു. ഞാൻ ആഹാരം കഴിക്കാൻ മറന്നു പോകുന്നു. കരഞ്ഞു കരഞ്ഞു ഞാൻ എല്ലും തോലുമായി. ഞാൻ മരുഭൂമിയിലെ വേഴാമ്പൽ പോലെയാണ്, വിജന പ്രദേശത്തെ മുങ്ങ പോലെയും. ഞാൻ ഉറക്കം വരാതെ കിടക്കുന്നു. പുരമുകളിൽ തനിച്ചിരിക്കുന്ന പക്ഷിയെ പോലെ ഏകാകിയാണ് ഞാൻ. എന്റെ ശത്രുക്കൾ ഇടപെടാതെ എന്നെ നിന്ദിക്കുന്നു. എന്നെ വൈരികൾ എന്റെ പേര് ചൊല്ലി ശപിക്കുന്നു. ചാരം എന്റെ ആഹാരമായി തീർന്നിരിക്കുന്നു. എന്റെ പാനപാത്രത്തിന് കണ്ണുനീർ കലരുന്നു. അങ്ങയുടെ രോഷവും ക്രോധവും കൊണ്ട് തന്നെ അങ്ങനെ വലിച്ചെറിഞ്ഞു കളഞ്ഞു. സായാഹ്നത്തിന്റെ നിഴൽ പോലെ എന്റെ ദിനങ്ങൾ കടന്നു പോകുന്നു. പുല്ലുപോലെ ഞാൻ വാടിക്കരിഞ്ഞു പോകുന്നു. കർത്താവേ, അങ്ങ് എന്നേക്കും സിംഹാസനാണ്. അങ്ങയുടെ നാമം തലമുറയോളം നിലനിൽക്കുന്നു. അവിടുന്ന് എഴുന്നേറ്റ് സിയോനോട് കരുണ കാണിക്കും. അവളോട് കൃപ കാണിക്കേണ്ട കാലമാണിത്. നിശ്ചയിക്കപ്പെട്ട സമയം വന്നു ചേർന്നിരിക്കുന്നു. അങ്ങയുടെ ദാസർക്ക് അവളുടെ കല്ലുകൾ പ്രിയപ്പെട്ടവയാണ്. അവർക്ക് അവളുടെ ധൂളിയോട് അലിവ് തോന്നുന്നു. ജനതകൾ കർത്താവിന്റെ നാമത്തെ ഭയപ്പെടും. ഭൂമിയിലെ രാജാക്കന്മാർ അങ്ങയുടെ മഹത്വപ്പെടുത്തുകയും കർത്താവ് സിയോൻ പണിതുയർത്തും. അവിടുന്ന് തന്റെ മഹത്വത്തിൽ പ്രത്യക്ഷപ്പെടും. അഗതികളുടെ പ്രാർത്ഥന അവിടുന്ന് പരിഗണിക്കും. അവരുടെ യാചന നിരസിക്കുകയില്ല. ഭാവി തലമുറയ്ക്ക് വേണ്ടി ഇനി ജനിച്ചിട്ടില്ലാത്ത ജനം അവിടുത്തെ സ്തുതിക്കുവാൻ വേണ്ടി ഇത് ആലേഖനം ചെയ്യപ്പെടട്ടെ. തടവുകാരോട് ഞെരുക്കം കേൾക്കാനും മരണത്തിന് വിധിക്കപ്പെട്ടവരെ സ്വതന്ത്രരാക്കുവാൻ വേണ്ടി അവിടുന്ന് തന്റെ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് താഴേക്ക് നോക്കി. സ്വർഗത്തിൽ നിന്ന് കർത്താവ് ഭൂമിയെ നോക്കി. ജനതകളും രാജ്യങ്ങളും ഒരുമിച്ച് വന്നു കർത്താവിനെ ആരാധിക്കുമ്പോൾ. സിയോനിൽ കർത്താവിന്റെ നാമം, ജെറുസലേമിൽ അവിടുത്തെ സ്തുതിയും ആഘോഷിക്കപ്പെടാൻ വേണ്ടി തന്നെ അവിടുന്ന് ആയുസ്സിന്റെ മധ്യാഹ്നത്തിൽ വെച്ച് തന്നെ എന്റെ ശക്തി തകർത്തു. അവിടുന്ന് എന്റെ ദിനങ്ങൾ വെട്ടിച്ചുരുക്കിയ സൽവത്സരങ്ങൾ ആർത്തിയില്ലാത്തവനായ എന്റെ ദൈവമേ, എന്റെ ആയുസ്സിന്റെ മധ്യ വെച്ച് എന്നെ എടുക്കരുതേ എന്ന് ഞാൻ യാചിക്കുന്നു. പണ്ടവിടുന്ന് ഭൂമിക്ക് അടിസ്ഥാനമിട്ടു. ആകാശം അവരുടെ കരുവേലയാണ്. അവ നശിച്ചു പോകും, എന്നാൽ അങ്ങ് നിലനിൽക്കും. അവയെല്ലാം വസ്ത്രം പോലെ പഴകിപ്പോകും. ഉടുപ്പ് മാറുന്നത് പോലെ അങ്ങ് അവയെ മാറ്റും. അവ കടന്നു പോവുകയും ചെയ്യും, എന്നാൽ അങ്ങേക്ക് മാറ്റമില്ല. അങ്ങയുടെ സൽവത്സരങ്ങൾക്ക് അവസാനമില്ല. അങ്ങയുടെ ദാസരുടെ മക്കൾ സുരക്ഷിതരായി വസിക്കും. അവരുടെ സന്തതി പരമ്പര അങ്ങയുടെ മുന്നിൽ നിലനിൽക്കും.